ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി അടുത്തുള്ള സാജ് എർത്ത് റിസോർട്ടിലാണ്. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത്രയും പച്ചപ്പും പൂക്കളും എല്ലാം കൊണ്ട് നിറഞ്ഞ നല്ല ഗാർഡനൊക്കെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഞാനൊരു 2 ദിവസം മുമ്പാണ് ഈ ഒരു റിസോർട്ടിൽ പോയത്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വന്ന മെസ്സേജ് എന്ന് പറയുന്നത്, രഞ്ജിനി ഇപ്പോൾ ബാലിയിലാണോ മാൽദീവ്സിലാണോ എന്നുള്ളൊരു ചോദ്യമാണ് വന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ആ ഒരു സെയിം എക്സ്പീരിയൻസാണ് നമുക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഒരു മലേഷ്യയോ സിംഗപ്പൂരോ ഒക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ റൂം റെൻറ്റ് തന്നെ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. കൂടാതെ ട്രാവൽ എക്സ്പെൻസും എല്ലാം ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എഫോർഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഒരു വെക്കേഷൻ ടൈമിന് ഇതുപോലത്തെ ഒരു റിസോർട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ പല ടൈപ്പ് റൂംസ് കാറ്റഗറീസ് ഉണ്ട്. ഡീലക്സ് ഉണ്ട്, പ്രീമിയം ഉണ്ട്, ക്ലബ് കാറ്റഗറി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാറ്റഗറി റൂംസും അവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഹൈലൈറ്റ് ഇതൊന്നും അല്ല കേട്ടോ. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ നിങ്ങളും കൂടി ആയിട്ട് ഞാൻ ഷെയർ ചെയ്യണമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ആയിട്ടത് ചെയ്ത് ഞാൻ എൻ്റെ ചാനൽ വഴി എല്ലാവരിലോട്ടും എത്തിക്കുന്നു കേട്ടോ. അത്രേ ഉള്ളൂ. ഇതിലൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. പിന്നെ അത് കൂടാതെ തന്നെ കേരളത്തിലെ മനോഹരമായി ഇതുപോലത്തെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്രയും നല്ല റിസോർട്ട്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഫെമിലിയർ ആവാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ചൂസ് ചെയ്തത് ക്ലബ് കാറ്റഗറി റൂമാണ്. അതിന് എനിക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 11,500 പ്ലസ് ടാക്സ് ആണ്. പക്ഷേ നമ്മൾ ഡീലക്സോ പ്രീമിയമോ എടുക്കുകയാണെങ്കിൽ അതിലും കുറവേ വരുന്നുള്ളൂ. 6,500 7,000 റേഞ്ചൊക്കെ വരുന്നുള്ളൂ. എനിക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യം വെക്കേഷനും കൂടി കണ്ടിട്ടാണ് ആ ഒരു റിസോർട്ട് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലബ് കാറ്റഗറി റൂം നമ്മൾ ചൂസ് ചെയ്യാനുണ്ടായ കാരണം. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നമ്മളെ റൂമിലോട്ട് കൊണ്ടുപോകുന്നത് ഒരു വണ്ടിയിലാണ് കേട്ടോ. നമുക്കിപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് അതിൻ്റെ സൈഡിലുള്ള കാഴ്ചകളും ഗാർഡനും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആ പോകുന്ന വഴി തന്നെ ഒരു ചെറിയൊരു ചായപ്പീടിക പോലത്തെ ഒരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ടീ ഉണ്ടായിരുന്നു. രാവിലെയും ഉണ്ടായിരുന്നു, വൈകുന്നേരവും ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഈ ഒരു പാക്കേജിൽ നമ്മുടെ 4 പേരുടെ ഫുഡ് ബുഫേ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ പോകുന്ന വഴിയിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും ആ വണ്ടി ഓടിച്ചിരുന്ന ആ ചേട്ടൻ നമുക്ക് നിർത്തി ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് പറഞ്ഞു തന്നു കേട്ടോ. ഇവിടെ ചായ കട എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ടൈമിംഗ് ഉണ്ട്. അതായത് വൈകുന്നേരം 5 മണിക്കും മോർണിംഗ് 7 o'clockനുമാണ്. ആ ഒരു സമയത്ത് വന്ന് ചെന്നാൽ മാത്രമേ നമുക്ക് ചായ കിട്ടുള്ളൂ. അത് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ റൂമിലോട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ റിസോർട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കും എല്ലാം കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇനി വരുന്ന ആ ഒരു പ്ലേസാണ്. ഞങ്ങൾ എവിടെ റിസോർട്ടിൽ പോകുന്ന ഒരു സമയത്തും ഞങ്ങൾ കൂടുതലും സ്വിമ്മിംഗ് പൂളുള്ള റിസോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം മക്കൾക്ക് വേറെ ഒന്നും വേണ്ട. അവിടെ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂളിലാണ് അവർക്ക് വൈകുന്നേരം തൊട്ട് രാത്രി വരെയാണെങ്കിലും രാവിലെ തൊട്ട് ഒരു ഉച്ചയ്ക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നവരെ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കൂടാതെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പ്ലേ ഏരിയ ഉണ്ട്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആയിരിക്കുള്ളൂ ഈ ഒരു സാജ് എർത്ത് എന്ന് പറയുന്നത്. കൂടാതെ ഈ സ്വിമ്മിംഗ് പൂൾ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പ്രമാണിച്ച് അത്രയും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ഫോട്ടോസും റിവ്യൂസും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഒരു റിസോർട്ട് ചൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു റിസോർട്ടിൽ ഫുള്ളായിട്ട്, അതായത് റൗണ്ട് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളാണുള്ളത്. കുട്ടികൾക്കായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, വലിയവർക്കായിട്ട് വേറൊരു ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗാർഡൻ എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല ഒരു വൈബായിരുന്നു കേട്ടോ. പിന്നെ അത് കൂടാതെ തന്നെ അവർ ഫുൾ ടൈം അവിടെ മ്യൂസിക്കും റൺ ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. ഹണിമൂൺ കപ്പിൾസിനൊക്കെ വളരെ ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു റിസോർട്ടാണ്. ഇനി റൂമിൻ്റെ ഉള്ളിലെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലബ് കാറ്റഗറി റൂമാണ് ചൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അഡീഷണലായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ആ ഒരു സോഫയാണ്, പിന്നെ ടേബിൾ ചെയർ, പിന്നെ നല്ലൊരു ബെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു റൂമായിരുന്നു എനിക്ക് കിട്ടിയത്. റൂമും ബാത്റൂമും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. പിന്നെ കൂടാതെ അവിടെ നട്ട്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാം.
നമ്മളത് അവിടെ നിന്ന് എടുത്തില്ല, നല്ല കോസ്റ്റ് ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കെറ്റിലും നോർമലി എല്ലാ ഹോട്ടൽസിലുള്ള പോലെ തന്നെ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു ബുഫേ മോർണിംഗ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് കൗണ്ടേഴ്സും അവൈലബിൾ ആയിരുന്നു. ദോശയാണെങ്കിലും എഗ്ഗ് ആണെങ്കിലും പിന്നെ വെള്ളയപ്പം ആണെങ്കിലും എല്ലാം അവർ ലൈവായിട്ട് അവർ ഉണ്ടാക്കി തന്നായിരുന്നു. പിന്നെ അത് കൂടാതെ ഒരുപാട് കറീസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈവൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ കണ്ടതിൽ എനിക്കിഷ്ടപ്പെട്ടത് കഞ്ഞി, ചമ്മന്തി, ചെറുപയർ അങ്ങനത്തെ ഒരു കോമ്പിനേഷനും കൂടി അവർ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ ഒരുപാട് കപ്പ് കേക്ക്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബാക്കി വീഡിയോയും കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ഇവിടെ പോകാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ അനുഭവങ്ങളും എല്ലാം നമ്മളോട് ഷെയർ ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.